പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. I have not come to call the righteous, but sinners to repentance. ലൂക്കോസിൻ്റെ സുവിശേഷം 5:32 ഇത് 5-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എടുക്കുന്നതും കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതും പടകിൽ യേശു ഇരുന്ന് വചനം പറയുന്നതൊക്കെ നമ്മൾ 5-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. ഇന്ന് കർത്താവ് പറയുന്നത്, ഞാൻ പാപികൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ പാപികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും ദൈവം തന്നെത്താനെ നീതീകരിക്കുന്നവരുടെ അടുക്കൽ ദൈവത്തിന് പ്രസാദിക്കാൻ ഒക്കുന്നില്ല. അത് ആത്മാവിൽ, അതായത് നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്നുള്ള പദവി വേറൊരു സൈഡ് അവിടെ നിൽക്കട്ടെ. ഇങ്ങേ സൈഡിൽ ഞാൻ വലിയ ആളാണ്, എനിക്ക് ദൈവത്തിൻ്റെ കൂടെ എല്ലാം അറിയാം, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നടക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫ് ചേർത്ത് ദൈവത്തെ ചേർത്ത് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് വളരെ സട്ടിലാണത്. ഞാൻ പറയുന്നതാണ് ശരി, മറ്റു പറയുന്നവരാരും ശരിയില്ല, മറ്റു പറയുന്നവരെല്ലാം തെറ്റാ, മറ്റ് സഭകൾ തെറ്റാ, ഇങ്ങനെയൊക്കെ പറയുന്നവരെ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിൽ വലിയ കോലിരിക്കുമ്പോൾ മറ്റൊരാളുടെ ആളിൻ്റെ കണ്ണിലെ ചെറിയ കരടെടുക്കാൻ നമ്മളെല്ലാം വിദഗ്ധരാണ്. അത് മാനുഷിക സ്വഭാവം. പക്ഷെ അവിടെ അല്ല യേശു പ്രവർത്തിക്കുന്നത്. യേശു ഹൃദയങ്ങളെ അറിയുന്നവനാണ്. യേശു നമ്മളെ തിരഞ്ഞെടുത്തു എങ്കിൽ, യേശു നമ്മളെ ഒരു വ്യക്തിപരമായിട്ട് നമുക്കറിയാം, യേശു നമ്മളെ തിരഞ്ഞെടുത്തു എങ്കിൽ ആ ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നവനോട് യേശു പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നതിനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. അതുകൊണ്ട് ആരാണ് യഥാർത്ഥ വിശ്വസ്തയോടെ ദൈവത്തിന് പ്രവർത്തിക്കുന്നതെന്ന് യേശുവാണ് തീരുമാനിക്കുന്നത്, മനുഷ്യൻ്റെ യാഡ് സ്റ്റിക്ക് അല്ലത്. അതുകൊണ്ട് ആ വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5:27 തൊട്ടുള്ള വാക്യമാണ്. അത് തന്നെ 5:27 തൊട്ട്. ഇത് തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ഇത് എഴുതിയിട്ടുണ്ട്. 27 തൊട്ട് ഇങ്ങനെ വായിക്കാം. അതിനുശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. കാശ് പിരിക്കുകയാണ്. പിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല. റോമാ സാമ്രാജ്യ കാലത്ത് ഒരു ലിമിറ്റഡ് എമൗണ്ട് സീസറിന് കൊടുക്കണം. അത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക 1,00,000 രൂപ ഒരു മാസം കളക്ട് ചെയ്യണമെന്നാണ് എങ്കിൽ ആ 1,00,000 കൊടുക്കാനേ അവൻ ബാധ്യസ്ഥനുള്ളൂ. ബാക്കി മനുഷ്യരുടെ നിന്ന് എത്ര വേണേലും ചോദിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കാനുള്ള അധികാരം ഇവയ്ക്കുണ്ട്. കാരണം റോമാ സാമ്രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടല്ലേ ചുങ്കം പിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെ ആർക്കും ഇഷ്ടമല്ല. അയാൾ കൂടുതൽ കാശുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട കാശിനെക്കാട്ടി കൂടുതൽ ഇട്ടെടുത്തിട്ട് ബാക്കി മുഴുവൻ അയാളുടെ പോക്കറ്റിലാണ് ഇടുന്നത്. എല്ലാവർക്കും ഇതറിയാം, ഇതെല്ലാവരും ചെയ്യുന്നെന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലവും വ്യത്യാസമൊന്നുമല്ല. എന്താന്നേലും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം പുറപ്പെട്ട് ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കായി എന്ന് പറഞ്ഞു. ആരോടാ? ചുങ്കക്കാരനോട്. അത് പബ്ലിക്കായിട്ട് തന്നെ യേശു പറയുന്നത്, എന്നെ അനുഗമിക്കാം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ഒരിക്കലും തിരഞ്ഞെടുക്കാതെ ചിലരെ ദൈവം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ സകലവും വിട്ടെഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മുമ്പേ നേരത്തെ വായിച്ചു, പത്രോസുള്ള മീനെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം പത്രോസ് മീനും വള്ളം ഇട്ടേച്ച് ദൈവത്തിൻ്റെ പുറകെ വന്നു. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ് കോളിങ് യു. അവനെല്ലാം ഇട്ടെറിഞ്ഞ് വെച്ച് കർത്താവിൻ്റെ പുറകെ. അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവനെ ഒരു വലിയ വിരുന്ന് ഒരുക്കി. അത് നിധി കിട്ടിയ പോലെയാണ്. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാർ അവരോടുകൂടെ പന്തിയിലിരുന്നു. എല്ലാം ഈ സ്ട്രീറ്റിലുള്ള ആളുകൾ തന്നെയാണ് കൂടെ വന്നിരിക്കുന്നത്. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു ഇങ്ങോട്ട് ചെയ്ത പ്രശ്നം, അങ്ങോട്ട് പോയ പ്രശ്നം. യേശു ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയ പ്രശ്നം, വീട്ടിൽ ചെന്നില്ല പ്രശ്നം. എന്താണ് യേശു ചെയ്യേണ്ടത്? ഒരാളുടെ പ്രാർത്ഥന കേട്ടാൽ പ്രശ്നം, കേട്ടില്ലെങ്കിൽ പ്രശ്നം. ഇങ്ങനെയല്ലേ നമ്മൾ യേശുവിനെ കാണുന്നത്? അവനവൻ ആഗ്രഹമുള്ളവൻ്റെ അടുക്കൽ യേശു കടന്നു വരും. ഹൃദയങ്ങളെ റീഡ് ചെയ്യുന്നവൻ, വായിക്കുന്നവൻ, നമ്മുടെ ഭവനത്തിനകത്തെ പ്രശ്നമെന്തെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ നിന്നിട്ട് ഓരോ മുറികളിലും കയറിയിട്ട് ദൈവഹിതത്തിന് ഇഷ്ടമില്ലാത്തതിനെല്ലാം അടിച്ചു മാറ്റുന്നൊരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ക്രിയ ചെയ്യുന്നത്.
ആ പരിശുദ്ധാത്മാവ് ഈ ചുങ്കക്കാരനെ വിളിച്ചു, വലിയൊരു പാർട്ടി നടത്തുന്നു. അവർ പരീശന്മാരതിനെ കളിയാക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും വചനം അറിയാവുന്നവരാണല്ലോ അധികാരത്തോടെ. അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. വചനം അല്പം അറിയുന്നതിലല്ല, വചനം അധികാരമായിട്ട് അറിയാവുന്ന വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ അതൊരു ഡേഞ്ചറസ് പൊസിഷനായി മാറും. കാരണം ഈ വചനത്തിന് ശക്തിയുണ്ട്, പക്ഷേ ഈസ് ഇറ്റ് യൂസിങ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓർ നോട്ട് എന്നുള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അത് നമ്മൾ ഓരോരുത്തടുത്ത് പോകുമ്പോൾ ഈ ചിലർ എന്നെ വിളിച്ചേച്ച് പറയും, ഓരോരുത്തർക്ക് ചില ദൂത് കിട്ടി അത് പറഞ്ഞെന്ന്. എന്നിട്ട് അവർ കിടന്ന് വിഷമിക്കുന്നുണ്ട്. ഞാൻ പറയും, എന്ത് ദൈവം തമ്പുരാൻ തന്നെയാണോ അത് പറഞ്ഞു? ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യേ. പലപ്പോഴും ദൈവത്തിൻ്റെ രൂപത്തിൽ പോലും പ്രൊഫറ്റിക്കലി തെറ്റുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, ആരെന്ത് ഉപദേശം തന്നാലും വചനാടിസ്ഥാനത്തിൽ യു ഷുഡ് ടെസ്റ്റ് ദ സ്പിരിറ്റ്. അതായത് ആത്മാവിലാ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ആഗ്രഹിച്ച ദൈവം അത് ചെയ്തു തരും. വെറുതെ പറയുന്നത് പരീശന്മാരും അവരുടെ ശാസ്ത്രന്മാരും അവരുടെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്ന എന്ത് എന്ന് പറഞ്ഞ് പേറുപെറുത്തി. യേശു ഉറക്കെന്ന് പറയണ്ട, യേശു എല്ലാം മനസ്സിലാക്കി. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, രോഗികൾക്ക് ഡോക്ടറിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വെളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് ഞാൻ നീതി? അതായത് ഈ ചുങ്കക്കാരനായ ലേവി എന്ന് പറയുമ്പോൾ മത്തായിയാണിത്. ഈ മത്തായിയെ വിളിച്ചു മാറ്റുമ്പോൾ കർത്താവ് ഇവൻ്റെ ഹൃദയത്തെ കണ്ടു. അതായത് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ ചുങ്കം പിരിച്ച് കുറച്ച് കൂടുതലുണ്ടാക്കി കാശുണ്ടാക്കുന്നവൻ തന്നെയാണ്. പക്ഷേ അവൻ മടുത്തു. ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിടുവിച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെയുള്ള എത്രയോ പുരുഷന്മാരുണ്ട്, എത്രയോ ആൺമക്കളുണ്ട്, എത്രയോ പെൺമക്കളുണ്ട്. ഈ ഒരു കൂടിനകത്ത് നമ്മൾ കാണണം. നമ്മുടെ മക്കൾക്ക് സമ്പത്ത് കാണും, പണം കാണും, വലിയ ജോലി കാണും. അവർ വലിയ ഇരുമ്പ് കൊണ്ടുള്ള കേജാണ്. അതായത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു കേജ് എന്ന് പറയുന്നത് അതൊരു ഒരു ജയിലറ പോലാണെന്ന് നമ്മൾ കാണണം. അത് ഇതിനകത്തുനിന്ന് പുറത്തുനിന്നും അകത്തുനിന്നും ആർക്കും ഇറങ്ങും. ഇതിനകത്ത് സുഖമെല്ലാം വേണ്ടതിനകത്ത് കിട്ടുന്നുണ്ട്, പിന്നെ പുറത്തോട്ട് പോയിട്ടല്ല. പക്ഷേ ദേ ആർ ട്രാപ്ഡ് ഇൻസൈഡ്. ഈ ജയിലിൻ്റെ വാതിൽ തുറക്കണമെങ്കിൽ പുറത്തുനിന്നേ തുറക്കാനൊക്കത്തുള്ളൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ചില സന്ദർഭങ്ങളിൽ ഇടിവിൽ നിൽക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി ഒരിക്കലും വെളിച്ചം കാണുകയില്ല. ആദ്യം അവനവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ എടുക്കാം. ഭർത്താവായിരിക്കാം, അപ്പനമ്മയായിരിക്കാം, മക്കളായിരിക്കാം, മരുമക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം. ഈ ഇരുമ്പിൻ്റെ ചങ്ങലയ്ക്കകത്തുനിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രം. അവരുടെ ഈ സാഹചര്യത്തിൽ നിന്ന് ആരവരെ രക്ഷിക്കുമെന്നോർത്ത് എപ്പോഴും അല്ല, കുറച്ച് സമയം കഴിഞ്ഞെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ചിന്തിക്കും. ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ജോലികൾ നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അവധിക്കൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ പല സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പുറത്തായിരുന്നു ഇവിടെ. പക്ഷെ അന്നേരം എല്ലാം തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാം കടവും പ്രശ്നവും ഒക്കെ ആക്കി വെക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് നാൾ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്യാം. നമ്മളിന്ന് ഹെൽപ്പ് ചെയ്തു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളും ഇല്ല ഈ സ്പൈറലിനകത്ത് വീഴുന്ന പോലെ താഴോട്ടങ്ങ് പോകും. അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മളും കൂടെ ആത്മാവിൽ പോലും തളർന്നു. അങ്ങനെയുള്ള ചില സാഹചര്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയ്യോ, ഈ കുഴിക്കകത്തുനിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ. അത് പറയുന്ന നിമിഷം വിതിൻ ഫ്യൂ വീക്സ് ഓർ ഡേയ്സ് ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, നമ്മൾ ഇരിക്കേണ്ടാത്ത ചില സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് പോയേച്ച് അവരുടെ കുഴി വീണാൽ നമ്മളെ ഒരിക്കലും പിന്നെ പൊങ്ങി വരത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ച് കൊണ്ടുവിടുന്നുവെങ്കിൽ, ഒരു വിശുദ്ധൻ പറഞ്ഞതുപോലെ ഏതൊരു വിശ്വാസിയും ഒരു ബ്രിഡ്ജിൽ, അതായത് ഒരു പാലത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നിൻ്റെ ഒരു കാല് പാലത്തെ നിന്ന് മാറ്റിയേക്കരുത്. മറ്റേ കാല് അവിടുത്തെ വരെ പോയിട്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം നിൻ്റെ രണ്ട് കാലും പോയാൽ നീയും തിരിച്ചു വരുമില്ലെന്ന്. ലോകം അങ്ങനെയാണ്. ആ ഒരു വളരെ വിശ്വസായിട്ട് മനുഷ്യനെ എങ്ങനെയെങ്കിലും പിശാച് അടിമത്വത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം കിട്ടിയത് കൊണ്ട് ആത്മാവിൻ്റെ വളർച്ചയാകുന്നില്ല. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ മാനസാന്തരത്തിൻ്റെ ഇഫക്റ്റ്. മാനസാന്തരം എന്തുവാ? ഹൃദയത്തിൽ ഒരു ചേഞ്ച് വരികയാണ്.
അതാണ് നോയമ്പുകളുടെ ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു അനുതാപത്തിൻ്റെ ഒരു ഹൃദയം, പാപബോധം ഉണ്ടാക്കി കൊടുക്കുക. ഈ കിടക്കുന്ന ഈ സുഖം കാണുന്ന ഈ കേജിനകത്ത്, ഈ ജയിലറയ്ക്കകത്ത് നീ കിടക്കേണ്ട ആവശ്യമില്ല. ഇത് പുറമേ നോക്കുമ്പോൾ വലിയ സമൃദ്ധിയായിട്ട് തോന്നിക്കുന്നു. പക്ഷേ രാത്രികാലങ്ങളിൽ നീ ഉറങ്ങുന്നുണ്ടോ? നിൻ്റെ കുടുംബം ശരിയാണോ? നിൻ്റെ ജീവിതം ശരിയാണോ? നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തെ അറിയണമെന്നുള്ള ആഗ്രഹം നിൻ്റെ ഉള്ളിൽ ഒരു ഞരക്കമുള്ളത് നീ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ദൈവം അയക്കുന്നു. അകത്തൊരാത്മാവുണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. അകത്തെ ഈ ഞരക്കം, ഭൂമി പോലും ഞരങ്ങുന്നുണ്ട്, പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണ്ട. അത് ഈ ദിവസങ്ങളിൽ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, കർത്താവേ നീ ഏതവസ്ഥയിലും വരുമെന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കിയെങ്കിൽ നിൻ്റെ ആത്മാവ് ഈ സമയത്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ. നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു തരാൻ കഴിവുള്ളൊരു ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം ആദ്യമായിട്ട് എടുക്കുന്നത് ഈ ജിനിയോളജി മുഴുവനും എഴുതിയത് മത്തായിയാണ്. കാരണം ചുങ്കക്കാരൻ്റെ എല്ലാം എഴുതാൻ പരിചയമുള്ളായിരുന്നാണ്. ഈ ദ ചോസൺ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണണം. മാത്യു ആണ് പുറകെ നടന്ന് യേശു ചെയ്യുന്ന അതിശയങ്ങളും യേശുവിൻ്റെ ഓരോ വാക്കുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം മത്തായിയുടെ സുവിശേഷം നമുക്കൊരു ബുക്ക് എഴുതിപ്പിച്ച് തരാൻ തക്കവണ്ണം ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മത്തായിയെ ഈ ലേവിയെ നേരത്തെ കണ്ടിട്ടല്ലേ വിളിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ മക്കളെ, മരുമക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം വിളിച്ചു മാറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പ്. ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അതാവുന്ന പാപികളെ അത്രയും മാനസാന്തരത്തിന് വിളിക്കും. പാപികളാന്നുള്ള ബോധമുണ്ടാകണം. പാപം എപ്പോഴാണെന്ന് തോന്നിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു എന്നുള്ള പാപം. എന്താണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 16 പറയുന്നുണ്ട്. ഒരൊറ്റ പാപമേ ഉള്ളൂ. ഇത് പലപ്പോഴും ഞാൻ പറയുന്നുണ്ടെങ്കിലും എത്ര പേരുടെ തലയിൽ ഇത് കയറുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പാപം, ഒറ്റയൊരു പാപം. യോഹന്നാൻ്റെ സുവിശേഷം 16:8 തൊട്ട് വായിക്കുന്നു. അവൻ വന്ന്, യേശുക്രിസ്തു വന്ന് പാപത്തെയും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട്, യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്, അത് മാത്രം മതി. കർത്താവിൽ വിശ്വസിക്കാത്തതാണ് പാപമെന്ന്, പാപബോധം. ലേവിക്ക് മനസ്സിലായി, എല്ലാം ഇട്ടെറിഞ്ഞ് ചോടി. അത് മത്തായിയെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതുപോലെ ഓരോ വ്യക്തിയും വിളിക്കുന്ന ഒരു നിമിഷമാണിത്. കർത്താവ് വിളിക്കുമ്പോൾ വിളി കേട്ട് ഇട്ടെറിഞ്ഞിട്ട് പുറത്തോട്ട് വരാൻ കർത്താവിൻ്റെ ഓർഡർ. പിന്നെ ഈ മരിച്ച ലാസറസിനെ പോലും 3 ദിവസമല്ല 4-ാം ദിവസം യേശു ചെല്ലുന്നത്. നമ്മളത് ചിന്തിക്കേണ്ടിയില്ല. ലാസറസിന് എൻ്റെ സഹോദരിമാരില്ലായിരുന്നെങ്കിൽ അവരെ ലാസറസിനെ തിരിച്ചു വിളിക്കുമായിരുന്നു. എല്ലാവരും അടക്കുന്ന പോലെ അടക്കിയേനല്ലേ. എന്നാൽ 2 പേരുണ്ട്, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവർക്ക് ബോധമുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ യേശു എന്തെങ്കിലും ചെയ്യുമെന്ന്, ഇല്ലേ? അതൊരു വലിയൊരു ബോധമായിരുന്നു. പുറമേ സംസാരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലറിയാം യേശു എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ആ ബോധം പോലും തീരത്തൊക്കെ വെച്ച് 3 ദിവസം യേശു വന്നില്ല. 4-ാം ദിവസം വരുന്നുണ്ടേ. കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്, അയ്യോ മരിച്ചു പോയെന്നൊക്കെ കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ വിശ്വാസം പുനർജീവിപ്പിക്കുന്നത് കണ്ടോ, ഇതാണ് വിശ്വാസം. അത് യേശുവിനല്ലാതെ ആർക്ക് ചെയ്യാൻ സാധിക്കും? യേശുവിൻ്റെ വാക്യനല്ലാതെ ആർക്കത് ചെയ്യാൻ സാധിക്കും? പാപികൾക്ക് വേണ്ടി ചെയ്തു. അന്ന് ഈ 2 പേര്, ഈ 2 സിസ്റ്റേഴ്സ് കരയുന്നില്ല എങ്കിൽ ലാസറസ് ഉയർത്തെഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല. അപ്പം വേറൊരാളുടെ പ്രാർത്ഥന ആവശ്യമുണ്ടില്ലേ? തന്നെ പ്രാർത്ഥിക്കാൻ ഒക്കുമെങ്കിൽ നല്ല, പക്ഷെ പലപ്പോഴും മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മുടെയൊക്കെ പേരൻസ്. എൻ്റെയൊക്കെ അമ്മ നിരന്തരം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വചനത്തിൽ കടന്നു വന്നത്. ഒരു ലോയറായിട്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ. അതിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ അതുപോലെ പുറകിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ തലമുറകളും തിരിച്ചു വരും. നമ്മളൊക്കെ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, തലമുറകളെ ദൈവം വീണ്ടെടുക്കുന്ന ദൈവമാണ്. എത്ര പാപിയാണേലും പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പാപിക്ക് മാനസാന്തരം കൊടുക്കുന്ന ജോലി എൻ്റേതാണ്. നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളെ എത്രയും മാനസാന്തരത്തിന് വിളിക്കാൻ നീ കടന്നു വന്നിരിക്കുന്നത്. രോഗിക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, അല്ലെ നമ്മൾ ആശുപത്രി പോകേണ്ട ആവശ്യമില്ലല്ലോ കർത്താവേ. എന്താന്നേലും നീ ഞങ്ങൾ പാപികളാണെന്നുള്ള ബോധം തന്നിട്ട് ആ പാപത്തിൽ നിന്നൊരു വിടുതൽ കിട്ടാനാണ് നിൻ്റെ അടുക്കിലേക്ക് ഓടി വരേണ്ടത്. മാനസാന്തരം. ഈ പോക്ക് ശരിയല്ല കർത്താവേ, ഈ പോക്കിൽ നിന്നൊരു വിടുതൽ തരാൻ വേണ്ടി ഞാൻ നിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നു. അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് അനേക മക്കൾക്കുണ്ടാകണം. ചിലർ ലോകത്തിൽ വലിയ പ്രശസ്ത വലിയ ജോലി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പേര് കേട്ടവരായിരിക്കും. പക്ഷെ ദൈവം പറയുന്ന മോനെ അത് ഇട്ടെറിഞ്ഞിട്ട് എൻ്റെ അരികിലേക്ക് വാ എന്ന് വിളിച്ചാൽ അവർ കേൾക്കുമോ? അപ്പച്ച
കേൾക്കാൻ തക്കവണ്ണമുള്ളൊരു ഹൃദയം കൊടുക്കണമേ. ആരുടെയൊക്കെയോ മേലെ വിളി വരികയാണ്, എന്നും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പച്ചൻ. എപ്പോഴാണ് ഇവർ വിളി കേൾക്കുന്നത്? ഇത്ര സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. മത്തായി അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ നീ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ആ വിളി വരത്തില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ തലമുറകളുടെ മേൽ നിൻ്റെ കണ്ണ് ദൃഷ്ടി പതിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഒരു വിളി വിളിച്ചാൽ മരിച്ച ലാസറസ് എഴുന്നേറ്റ് വന്നു പിന്നാണ്. അപ്പോൾ ഞങ്ങൾ കാണുന്ന തലത്തിലല്ലല്ലോ നീ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിൻ്റെ മഹത്വത്തിനനുസരിച്ച് നീ പ്രവർത്തിച്ചാട്ട് നാഥൻ അത് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മുടെ തലമുറകളിൽ ഒരൊറ്റ വ്യക്തി പോലും, നമ്മുടെ പ്രാർത്ഥന വചനം കേൾക്കുന്ന ഒരാൾ പോലും രക്ഷിക്കപ്പെടാതെ നാശത്തിലേക്ക് പോകരുത്. പാപികൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും വന്നവനായ ദൈവം, പാപത്തിനു വേണ്ടി ക്രൂശിന്മേൽ കയറിയ ദൈവം ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പുതുസൃഷ്ടികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു ദിവസമുണ്ടെങ്കിൽ കഠിന ഹൃദയമാക്കാതെ മാംസള ഹൃദയം തന്ന് നിന്നിലേക്ക് തിരിച്ചു വരാൻ പ്രത്യേക ഒരാത്മാവിൻ്റെ കൂടെ അയക്കുന്നു. നാഥ, അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.